Hi dear students, good morning all of you. At the last class we discussed about the invasion of British East India Company. So today we are going to study about two important battles, the Battle of Plassey and the Battle of Buxar between the British East India Company and Indian local rulers. Okay, we are going to the second section of this chapter, the Battle of Plassey and Battle of Buxar. The discovery of the sea route to India by the Portuguese in 1498 led to the arrival of many European mercantile companies in search of spices and textiles. Of the many European mercantile companies, the English East India Company emerged dominant after they successfully undermined the Portuguese in the Battle of Swali. Besides, the English also acquired favourable orders from the Mughal rulers to extend their trading activities in India. So, last ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്ത ഏതാനും ടോപ്പിക്സ് തന്നെയാണിത്. പോർച്ചുഗീസ് ട്രേഡേഴ്സ് ആദ്യമായിട്ട് ഇന്ത്യയിലേക്ക് വരുന്നു. അവരുടെ ഇൻവേഷന് ശേഷം ഡിഫറൻറ്റ് ഏരിയയിൽ നിന്നുള്ള യൂറോപ്യൻ കൺട്രികൾ പലതായിട്ട് വൺ ബൈ വൺ ആയിട്ട് ഇന്ത്യയിലേക്ക് ഇൻവേഷൻസ് നടത്തുന്നു. ട്രേഡിങ്ങിന് വേണ്ടി എത്തിച്ചേരുന്ന ഇവർ തമ്മിലൊരു വലിയ കോൺഫ്ലിക്ട്സ് തന്നെ ഉണ്ടാവുന്നുണ്ട്. നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു. ഏറ്റവും അവസാനം ഇതിനെല്ലാം ഈ ചലഞ്ചുകളെല്ലാം അറ്റൻഡ് ചെയ്ത് ഏറ്റവും അവസാനം വിൻ ചെയ്യുന്നത് അല്ലെങ്കിൽ അവരെല്ലാം ഓവർകം ചെയ്ത് മുൻപിലേക്ക് വരുന്നത് ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയാണ് എന്ന് നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ കണ്ടിരുന്നു. അതിനുശേഷം ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ചെയ്യുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു ഇമ്പോർട്ടൻറ്റ് പൊളിറ്റിക്കൽ മൂവ്മെന്റ് എന്ന് പറയുന്നത് അവർ വളരെ പ്രധാനപ്പെട്ട ഫേവറബിൾ ആയിട്ടുള്ള കുറേ റൂളുകൾ അന്നത്തെ മുഗൾ റൂളേഴ്സിൽ നിന്ന് അവരെന്ത് ചെയ്യുന്നു, കളക്ട് ചെയ്യുന്നു. അതിൻ്റെ ഫലമായിട്ട് അവർക്ക് വളരെ ഈസി ആയിട്ട് എസ്പെഷ്യലി വളരെ എന്താ പറയുക ടാക്സ് ഫ്രീ ആയിട്ട് അല്ലെങ്കിൽ ടാക്സ് കൊടുക്കാതെ തന്നെ ഡ്യൂട്ടി ഫ്രീ ആയിട്ട് കുറേ ബിസിനസ് ആക്ടിവിറ്റീസ് ട്രേഡിംഗ് ഒക്കെ നടത്താനുള്ള പെർമിഷൻസ് അവർക്ക് കിട്ടുന്നു, എസ്പെഷ്യലി ഇൻ ബംഗാൾ ഏരിയ. ഓക്കെ, ഇത്രയും നമ്മൾ ലാസ്റ്റ് ക്ലാസ്സുകളിൽ ഡിസ്കസ് ചെയ്തതാണ്. ഇത് നമ്മളൊരു കണക്ഷന് വേണ്ടി നമ്മളൊന്ന് ഡിസ്കസ് ചെയ്തു എന്ന് മാത്രമേ ഒന്ന് പറഞ്ഞു പോയി എന്ന് മാത്രമേ ഉള്ളൂ. Then go to the next slide. Such royal favours, combined with the greed to make as much profit as possible, brought the English East India Company in major conflicts with Indian rulers, especially the Nawabs of Bengal. The Nawabs were angered with the activities of English East India Company in Bengal, and their resentment eventually led to the Battle of Plassey on the 23rd June 1757. The Battle of Plassey was one of the most decisive battles for the English East India Company, as they emerged victorious over a strong Indian enemy. Let us look at the chain of events that led to Battle of Plassey in detail. ഇതിന് ശേഷം നടന്ന ഒരു കോൺഫ്ലിക്ട്സ്, ഈ ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി അവരുടെ റൂള് അല്ലെങ്കിൽ അവരുടെ പവർ പല രീതിയിൽ അവർ ഇംപ്ലിമെന്റ് ചെയ്യുന്നതിന് വേണ്ടി തുടങ്ങി. എസ്പെഷ്യലി ബംഗാൾ നവാബ്സിന്റെ അടുത്ത് അല്ലെങ്കിൽ ബംഗാളിൽ അവർ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം പ്രാക്ടീസ് ചെയ്ത് തുടങ്ങി. ബംഗാൾ നവാബ്സ് അതിനെ ഡിഫീറ്റ് ചെയ്യാൻ വേണ്ടി ശ്രമിച്ചു. ആസ് എ റിസൾട്ട് ബംഗാൾ നവാബ്സും അല്ലെങ്കിൽ അവിടുത്തെ ആർമിയും ഇന്ത്യൻ സോൾജിയേഴ്സും ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയും തമ്മിൽ വളരെ പരസ്യമായിട്ടുള്ളൊരു കോൺഫ്ലിക്റ്റിലേക്ക് എത്തി. അങ്ങനെയാണ് ആദ്യമായിട്ട് ദി ബാറ്റിൽ ഓഫ് പ്ലാസി ഒരു വലിയ ബാറ്റിലേക്ക് എത്തി നിൽക്കുന്നത്. ഇതിൻ്റെ റിസൾട്ട് എന്ന് പറയുന്നത് വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഇന്ത്യൻ സോൾജിയേഴ്സിനെ, ഇന്ത്യൻ ആർമിയെ ബ്രിട്ടീഷ് ആർമി അല്ലെങ്കിൽ ബ്രിട്ടീഷ് ട്രേഡേഴ്സിൻ്റെ ആർമി ക്യാപ്ചർ ചെയ്യുകയാണ് അല്ലെങ്കിൽ കീഴടക്കുകയാണ്. ഇതിൻ്റെ ഫലമായിട്ട് ഇന്ത്യക്ക് വന്ന ഏറ്റവും വലിയൊരു നഷ്ടം എന്ന് പറയുന്നത് ഇന്ത്യയുടെ പൊളിറ്റിക്കൽ പവർ ആദ്യമായിട്ട് ബ്രിട്ടീഷ് ഗവൺമെൻറ്റിൻ്റെ കയ്യിലേക്ക് അല്ലെങ്കിൽ ബ്രിട്ടീഷ് ട്രേഡേഴ്സിൻ്റെ ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ കയ്യിലേക്ക് എത്തിച്ചേരുന്നു എന്നുള്ളതാണ്. എനിവേ, നമുക്ക് ബാറ്റിൽ ഓഫ് പ്ലാസിയെ പറ്റിയുള്ള ഡീറ്റെയിൽസ് നെക്സ്റ്റ് സ്ലൈഡിലേക്ക് പോവാം. To control the lucrative trade of Bengal, there were numerous conflicts between the Mughals, the Nawabs of Bengal, and the English East India Company. The Nawabs of Bengal were the regional rulers of Bengal and had been asserting their authority against the Mughals. At the same time, the Nawabs of Bengal were skeptical about the English East India Company's presence in India altogether.
ഈസ്റ്റ് ഇന്ത്യ കമ്പനി, ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ മൂവ്മെന്റ്സിൽ ഈ സമയത്ത് വളരെ കൃത്യമായ ഒരു ഡൗട്ട് ഫീൽ ചെയ്യുന്ന അല്ലെങ്കിൽ ഒരു സംശയം തോന്നുന്ന ആള് എന്ന് പറയുന്നത് ബംഗാൾ നവാബാണ്. അദ്ദേഹത്തിന് ഇവരുടെ മൂവ്മെന്റ്സിൽ പലപ്പോഴും സംശയം തോന്നുന്നു. എന്തിനു വേണ്ടിയാണ് ഇന്ത്യയിൽ ഇങ്ങനെയൊരു മൂവ്മെന്റ്സ് നടത്തുന്നത്, ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഇങ്ങനെ ഒരു മൂവ്മെന്റ് നടത്തുന്നത് എന്ന കാര്യത്തിൽ അദ്ദേഹത്തിന് സംശയം തോന്നുന്നു. എനിവേ ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഈ ലോക്കൽ റൂളേഴ്സിനെ എല്ലാം തന്നെ, അതായത് ബംഗാൾ നവാബ്, അതുപോലെ തന്നെ മുഗൾ റൂളേഴ്സ് തുടങ്ങിയിട്ടുള്ള ലോക്കൽ റൂളേഴ്സിന്റെ എല്ലാം മുകളിൽ ആധിപത്യം സ്ഥാപിക്കാനായിട്ട് തുടങ്ങും. In 1667, the Mughal Emperor Aurangzeb granted a firman or royal order to the English East India Company to trade in Bengal without paying any duties or taxes to the Nawab on their goods. See, ഇത് നമ്മൾ നേരത്തെ കണ്ടതാണ്. 1667 മുഗൾ എംപറർ ഔറംഗസീബ് ഒരു ഫർമനെ നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ അത് ഓൾറെഡി പറഞ്ഞതാണ്, റോയൽ ഓർഡർ. അദ്ദേഹത്തിന്റെ റോയൽ ഓർഡർ അനുസരിച്ച് ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്ക് ബംഗാളിൽ വിത്തൗട്ട് എനി ഡ്യൂട്ടീസ് ഓർ ടാക്സസ്, ഡ്യൂട്ടി ഇല്ലാതെ അല്ലെങ്കിൽ ടാക്സ് ഇല്ലാതെ തന്നെ എന്ത് ചെയ്യാനായിട്ട് സാധിക്കും, അവിടെ ബിസിനസ് അല്ലെങ്കിൽ ട്രേഡിംഗ് നടത്താനായിട്ട് സാധിക്കും. അങ്ങനെ ഒരു റൈറ്റ് ഈ ഔറംഗസീബിൽ നിന്ന് ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി കളക്ട് ചെയ്തു. This meant loss of revenue for the Nawab of Bengal, Murshid Quli Khan. Despite these concessions, the English East India Company kept asking the Mughals for more concessions for private trade by individual company servants as well, who also wanted to trade duty-free in Bengal. This meant more revenue losses for the Nawabs of Bengal. അന്ന് ഇന്ത്യയുടെ ഒരു മേജർ പോർഷന്റെ കൺട്രോൾ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഒരു മേജർ പോർഷനും മുഗൾ റൂളേഴ്സിന്റെ അണ്ടറിലായിരുന്നു. അതുകൊണ്ട് തന്നെ ഇന്ത്യയിലെ ഒട്ടുമിക്ക കാര്യങ്ങളും കൺട്രോൾ ചെയ്യാനായിട്ട് മുഗൾസിന് സാധിക്കുമായിരുന്നു. ഇപ്പോൾ എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഓൾ ഓവർ ദ വേൾഡ് നോക്കുകയാണെങ്കിൽ മറ്റു പല രാജ്യങ്ങളുടെയും മുകളിൽ ഇൻഫ്ലുവൻസ് ചെയ്യാനായിട്ട് ചില യൂണിയൻസിന് അല്ലെങ്കിൽ ചില രാജ്യങ്ങൾക്ക് മാത്രം ഒരു സ്പെഷ്യൽ പവർ ഉണ്ട്, അല്ലേ? ആ രാജ്യത്തിന്റെ മുകളിൽ പ്രത്യേകം കൺട്രോൾ ഒന്നും ഇല്ല എങ്കിൽ പോലും രാജ്യത്തിന് മുഴുവൻ കാര്യങ്ങളും കൺട്രോൾ ചെയ്യാനായിട്ട് അല്ലെങ്കിൽ അവരുടെ പല കാര്യങ്ങളും ഡിസൈഡ് ചെയ്യാനായിട്ട് എക്കണോമിക്കലിയൊക്കെ കുറെ വെൽ ഡെവലപ്ഡ് ആയിട്ടുള്ള ചില രാജ്യങ്ങൾ ശ്രമിക്കാറുണ്ട്. എന്ന് പറഞ്ഞതുപോലെ ഇവിടെ മുഗൾ റൂളേഴ്സ് കമ്പാരിറ്റീവ്ലി ഇന്ത്യയുടെ ഒരു മോസ്റ്റ് ഓഫ് ദ പാർട്ട് റൂൾ ചെയ്തിരുന്നതാണ് എന്നതുകൊണ്ട് തന്നെ അവരിൽ കൂടിയാണ് ഇന്ത്യയിലെ ബാക്കിയുള്ള പല സ്ഥലങ്ങളുടെയും ആധിപത്യം ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ക്യാപ്ചർ ചെയ്യുന്നത്. അതിൻ്റെ ഏറ്റവും ബെസ്റ്റ് എക്സാമ്പിൾ ആണ് ബംഗാളിൽ ഡ്യൂട്ടി ഫ്രീ ആയിട്ട് ബിസിനസ് ചെയ്യാനായിട്ട് ഔറംഗസീബിൽ നിന്ന്, മുഗൾ റൂളറിൽ നിന്ന് ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഒരു പെർമിഷൻ നേടിയെടുക്കുകയാണ്. After Aurangzeb, the Mughal Emperor Farrukhsiyar issued another farman to the English East India Company in 1717, granting it the right to purchase 38 more villages in Bengal. See, മുഗൾ റൂളേഴ്സിൽ നിന്ന് വീണ്ടും ഒരു ഫർമാൻ അല്ലെങ്കിൽ വീണ്ടും ഒരു റോയൽ ഓർഡർ ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്ക് കിട്ടുകയാണ്. ബംഗാളിൽ നിന്നുള്ള ഒരു 38 വില്ലേജസ് ഇവർക്ക് പർച്ചേസ് ചെയ്യാനായിട്ട് അല്ലെങ്കിൽ അവർക്ക് ഗ്രാൻഡ് ചെയ്ത് കൊടുക്കുകയാണ്. അവർക്ക് അവിടെ ബിസിനസ് ചെയ്യാനും ഫാക്ടറി ഇൻസ്റ്റാൾ ചെയ്യാനും ഒക്കെ ആയിട്ടുള്ള ഒരു 38 വില്ലേജസ് കൂടി ബംഗാളിൽ നിന്ന് അവർക്ക് വേണ്ടി അലോട്ട് ചെയ്യുന്നു. Along with that, the English East India Company's servants were given trade permits or dastaks to evade duties on their goods and the right to mint their own coins. These concessions did not go down well with the Nawabs of Bengal. മറ്റു വളരെ പ്രധാനപ്പെട്ട ചില റൈറ്റ്സും, എക്സാമ്പിൾ അവിടെയുള്ള ഒഫീഷ്യൽസിന് അവരുടേതായ രീതിയിൽ ബിസിനസ് നടത്താനും അവിടെ അവർക്ക് അവരുടേതായ കോയിനുകൾ ഇംപ്ലിമെന്റ് ചെയ്യാനും. ഇപ്പം നമുക്കറിയാം ഇന്ത്യയിൽ നമ്മൾ കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന നമ്മുടെ ഒരു ഒഫീഷ്യൽ കോയിൻ ഉണ്ട്, അല്ലേ? അല്ലെങ്കിൽ ഒഫീഷ്യൽ മണി ഉണ്ട്. നമ്മളിപ്പോൾ ആണെങ്കിൽ ഇവിടെ റുപ്പീസ് ആണ് നമ്മൾ സാധാരണ യൂസ് ചെയ്യുക. അത് മറ്റു പല യൂറോപ്യൻ രാജ്യങ്ങളിലേക്കും ഗൾഫ് കൺട്രീസിലേക്കൊക്കെ ചെല്ലുമ്പോൾ പല രീതിയിൽ ദിറംസ് എന്നും ഡോളർ എന്നും അങ്ങനെ പല പേരുകളിലേക്ക് കൺവേർട്ട് ചെയ്യപ്പെടും. ഇതേപോലെ തന്നെ ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി അവരുടെ ഒഫീഷ്യൽ കോയിനുകൾ ഉപയോഗിച്ചുകൊണ്ട് ഇവിടെ ബിസിനസ് ചെയ്യാനായിട്ടുള്ള റൈറ്റ്സ് നേടിയെടുക്കുന്നു. ഇങ്ങനെ പല രീതിയിൽ ബംഗാളിന് മുകളിൽ ഇൻഫ്ലുവൻസ് ചെയ്യുന്നു. അവസാനം ബംഗാൾ നവാബിന് ഇത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത ഒരു സിറ്റുവേഷനിലേക്ക് എത്തുന്നു. Servants of the English East India Company started misusing these trade permits by selling them further to other merchants in Bengal and using them for their private trade as well.
Local merchants of Bengal had also been voicing their concern against the concessions given to the English. They felt they were at a loss as they had to pay all the duties on their goods, while the English East India Company easily evaded them. See, ബംഗാളിലുള്ള മർച്ചേഴ്സിനെ അല്ലെങ്കിൽ അവിടെയുള്ള ട്രേഡേഴ്സിനെ വളരെ വിജയകരമായ രീതിയിൽ കബളിപ്പിക്കാനായിട്ട് അല്ലെങ്കിൽ അവരെ ട്രാപ്പിൽപ്പെടുത്താനായിട്ട് അവിടുത്തെ ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ ഒഫീഷ്യൽസിന് സാധിച്ചു. ബിക്കോസ് അവർ ഓൾറെഡി ഡ്യൂട്ടി ഫ്രീ ആയിട്ടാണ് ഈ ബിസിനസ് ചെയ്യുന്നത് എങ്കിലും വളരെ വലിയ ഡ്യൂട്ടി അല്ലെങ്കിൽ വളരെ വലിയ ടാക്സ് ബാക്കിയുള്ള ലോക്കൽ റൂളേഴ്സിൻ്റെ കയ്യിൽ നിന്ന് അവർ കളക്ട് ചെയ്തു. ഇതിൻ്റെ ഫലമായിട്ട് അവിടെയുള്ള ലോക്കൽ റൂളേഴ്സ് ബിസിനസ്സിൽ ബാക്കിലേക്ക് പോവുകയും ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി മാത്രം ലിഫ്റ്റ് ചെയ്ത് വരികയും ചെയ്യുന്ന ഒരു സിറ്റുവേഷനിലേക്ക് എത്തി. After the death of Alivardi Khan, Sirajud-Dowla was appointed as the new Nawab of Bengal. However, Sirajud-Dowla was a short-tempered, independent-minded young ruler who voiced his complaints against the misuse of privileges by the English East India Company. പുതിയ റൂളറാണ് അല്ലെങ്കിൽ പുതിയ നവാബാണ് ബംഗാളിന്റെ സിറാജുദ്ദൗല. അദ്ദേഹം വളരെ ഇൻഡിപെൻഡന്റ് ആയിട്ടുള്ള വളരെ ഫ്രഷ് മൈൻഡഡ് ആയിട്ടുള്ള ഒരു യങ് റൂളർ ആയിരുന്നു, ഒരു യങ് എംപറർ ആയിരുന്നു. അതുകൊണ്ട് തന്നെ അദ്ദേഹം ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ മൂവ്മെന്റുകൾക്കെതിരെ അദ്ദേഹം റെസ്പോൺസ് ചെയ്യാനായിട്ട് തുടങ്ങി. അവരുടെ മൂവ്മെന്റുകളെ അദ്ദേഹം ശക്തമായിട്ട് എതിർക്കാനായിട്ട് തുടങ്ങി. English East India Company was unhappy with his accession and started supporting his rivals for the throne and interfering in court politics. ഇങ്ങനെയുള്ള സിറ്റുവേഷൻസിൽ പൊളിറ്റിക്കലായിട്ട് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മൂവ്മെന്റ് എന്ന് പറയുന്നത് വളരെ സ്ട്രോങ് ആയിട്ടുള്ളൊരു എംപറർ ഓപ്പോസിറ്റ് വരുമ്പോൾ, ശത്രുവായിട്ട് വരുമ്പോൾ ചെയ്യാൻ പറ്റുന്ന ഏറ്റവും വലിയൊരു തന്ത്രം എന്ന് പറയുന്നത് അവരുടെ എനിമീസിനെ കണ്ടെത്തുക എന്നുള്ളതാണ്. അപ്പോൾ ഇതേപോലെ തന്നെ അദ്ദേഹത്തിന്റെ കോർട്ടിലുണ്ടാകാൻ സാധ്യതയുള്ള ഇതുപോലുള്ള ചില എതിരാളികളെ അവര് കളക്ട് ചെയ്യാൻ വേണ്ടി ശ്രമിച്ചു. അങ്ങനെയുള്ള ഒരു റിവലിനെ അവർക്ക് അവരുടെ കമ്പനിയിലേക്ക് കിട്ടുകയാണ്. അങ്ങനെയുള്ളൊരു ചില റിബൽസിന്റെ സഹായത്തോടു കൂടി അദ്ദേഹത്തിന്റെ പൊളിറ്റിക്കൽ ഫ്യൂച്ചർ ഇല്ലാതാക്കാനാണ് അല്ലെങ്കിൽ രാജ്യം ക്യാപ്ചർ ചെയ്യാനായിട്ട് ശ്രമിച്ചു ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി. To add fuel to the fire, the English East India Company started fortifying its factory at Hooghly with heavy ammunition without the permission of the new Nawab of Bengal, Sirajud-Dowla. അതിന് ഏറ്റവും വലിയ റിസൾട്ട് ആണ് സിറാജുദ്ദൗലയുടെ യാതൊരു പെർമിഷനും കൂടാതെ പുതിയൊരു ഫാക്ടറി അവര് എസ്റ്റാബ്ലിഷ് ചെയ്യാണ് അദ്ദേഹത്തിന്റെ പരിധിയിൽ തന്നെ. ബംഗാളിന്റെ ബൗണ്ടറിക്കുള്ളിൽ തന്നെ, ബംഗാളിൽ തന്നെയാണ് ചെയ്യുന്നതെങ്കിലും അവിടുത്തെ ലോക്കൽ റൂളറായ സിറാജുദ്ദൗലയുടെ യാതൊരു പെർമിഷനും ഇല്ലാതെയാണ് ഈ മൂവ്മെന്റ്സ് ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി നടത്തുക. Sirajud-Dowla was quick to respond to this, and he attacked the factory of the English East India Company at Qasim Bazar with an army of 30,000 soldiers. He captured English officials, seized their warehouses and ammunitions, and blockaded their ships. Following this, he marched to Calcutta and captured Fort William of the English East India Company. വളരെ ശക്തമായിട്ട്, വളരെ സ്ട്രോങ് ആയിട്ട് എംപറർ സിറാജുദ്ദൗല, നവാബ് സിറാജുദ്ദൗല റെസ്പോണ്ട് ചെയ്യുന്നു. അദ്ദേഹം കമ്പനിയെ അറ്റാക്ക് ചെയ്യുന്നു, അവിടെയുള്ള ഒഫീഷ്യൽസിനെ ക്യാപ്ചർ ചെയ്യുന്നു. അങ്ങനെ അതിനുശേഷം അദ്ദേഹം കൽക്കത്തയിലേക്ക് അദ്ദേഹത്തിന്റെ സോൾജേഴ്സുമായിട്ട്, അദ്ദേഹത്തിന്റെ ആർമിയുമായിട്ട് മൂവ് ചെയ്യുകയും അവിടെ നിന്നും ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയെ ക്യാപ്ചർ ചെയ്യുകയും അവിടെയും പിടിച്ചെടുക്കുകയും ചെയ്യുന്നു. The English East India Company's servants responded by calling in additional troops from Fort St. George in Madras. Colonel Clive and Admiral Watson came from Madras to recapture Calcutta in February 1757. All these events made it clear that a final showdown between the Nawab and the English East India Company was inevitable. അങ്ങനെ വളരെ എൻഷുവർ ആയിട്ടുള്ള ഒരു സിറ്റുവേഷനിലേക്ക് എത്തുകയാണ്. ഈ നവാബും ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയും ഫേസ് ടു ഫേസ് ഒരു ബാറ്റിലേക്ക്, ഒരു യുദ്ധത്തിലേക്ക് എത്തി നിൽക്കുന്ന സിറ്റുവേഷനാണ്. ബ്രിട്ടീഷ് ഒഫീഷ്യൽസ് എല്ലാം തന്നെ മദ്രാസിൽ ഒരുമിച്ച് ചേരുന്നു. അവർക്ക് നഷ്ടപ്പെട്ടു പോയ ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ഫാക്ടറികളും അവരുടെ വളരെ പ്രധാനപ്പെട്ട ട്രേഡ് സെന്റേഴ്സും എല്ലാം റീകളക്ട് ചെയ്യാനായിട്ട് അവർ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു.
Dear students, I would like to conclude our today's topic. So you just read these portions in your textbook. Thank you for watching this class. Thank you.